ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദന്മാർ നിങ്ങൾ ഈ MSRൻ്റെ കോപ്പി വിടുന്ന സമയത്തേ ഞാൻ പറയണമെന്ന് കാര്യം നിങ്ങൾ പറയണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു MSRൻ്റെ കോപ്പി ഇപ്പം എൻ്റെ വാട്സപ്പിലേക്ക് വിടുകയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളിപ്പോൾ MSRൻ്റെ കോപ്പി നിങ്ങൾ വിട്ട് തരികയാണെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ വേറെ വാട്സപ്പ് നമ്പർ ഇവിടെ ഉണ്ട്. അതിലേക്ക് ഇപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ട് ഇനി ഞാനതിക്ക് ഒരാൾ MSRൻ്റെ കോപ്പി ഇതിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഫയലിൽ പോയിട്ട് ഗാലറി പോയിട്ട് ആ MSRൻ്റെ കോപ്പി ഇതാ അവിടെ കിടക്കണത്. ഇതൊരാൾ കുത്തനെയാണ് അയച്ചേക്കണത്. ആരയച്ചാലും ശരി അതൊന്ന് റൊട്ടേഷൻ ചെയ്ത് ഇതൊന്നിങ്ങനെ പാകപ്പെടുത്തണം. ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഭാഗം മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് സൈസാക്കുക, ഇങ്ങോട്ട് ഡൗൺ അടിക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേഷൻ ചെയ്യുക. ഇങ്ങനെ വരണം. അങ്ങനെ വന്ന് ഇപ്പം എന്തായി, MSRൻ്റെ കോപ്പി ക്ലിയറായി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നേരെ സെൻഡ് ചെയ്താൽ ഇത് മാത്രമേ പോകുള്ളൂ. ഈ MSRൻ്റെ കോപ്പി മാത്രമേ പോകുള്ളൂ. ഇവിടെ ഇതാണ് ഈ സെൻഡ് ബട്ടൺ. ഈ സെൻഡ് ബട്ടൺ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് ഇത്. ഈ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നേരെ എന്താവും, അങ്ങോട്ട് പോവും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല, ഇവിടെ ഈ സെൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഈ MSRൻ്റെ കോപ്പിയിലുള്ള MSR നമ്പർ എത്ര വെച്ചാൽ MSR നമ്പർ എഴുതിയിട്ട് അതിൻ്റെ നമ്പർ എഴുതുക. അതിൻ്റെ നേരെ താഴെ പേര് എഴുതുക. അതിൻ്റെ നേരെ താഴെ മൊബൈൽ നമ്പർ എഴുതുക. അതിൻ്റെ നേരെ താഴെ ആധാർ നമ്പർ എഴുതുക. ആധാർ നമ്പർ എഴുതി കഴിഞ്ഞ് ഇനിയാണ് സെൻഡ് ചെയ്താൽ ആ ഫോട്ടോത്തിൻ്റെ കൂടെയാണ് അത് പോവുക. കണ്ടങ്ങൾ, ഈ ഫോട്ടോത്തിൻ്റെ കൂടെയാണ് ഇത് വരുന്നത്. ഈ ഒരൊറ്റ മെസ്സേജിൽ ഇത് വരും. ഇത് നമുക്കൊരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് നേരെ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ പല കോലത്തിലും വിട്ട് കഴിഞ്ഞാലും ഞാനിത് ഈ കോലത്തിൽ എനിക്ക് ആക്കിയെടുക്കാൻ ഒരുപാട് പണികൾ വരികയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നാലും ഇത് ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളിത് ഫോട്ടോ ഇടേണ്ടത്. ഫോട്ടോ ഒന്നുകൂടി പറഞ്ഞുതരാം. നേരെ ഫയലിൽ പോവുക, ഫോട്ടോ എടുക്കുക, എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് നേരെ സെൻഡ് ചെയ്താൽ ആ ഫോട്ടോ പോയി. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫയലിൽ പോവുക, നമ്മളെ ഫോട്ടോ എടുത്ത് വെച്ച ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് വെച്ച് സെൻഡ് ചെയ്യാതെ ഇവിടെ എഴുതി കൊടുക്കുക. ഇവിടെ എഴുതി കൊടുത്തതിൻ്റെ ശേഷം സെൻഡ് ചെയ്യുക. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രൂപത്തിലാണ് എന്ത് വരിക, ഈ കാണുന്ന രൂപത്തിൽ വരും. ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടൈം എടുക്കും. ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ഒഴിവുള്ള സമയത്ത് ഈ കോലത്തിൽ നമ്മൾ ആക്കി മാറ്റണത്. ഇതിങ്ങനെ ആക്കി മാറ്റിയെങ്കിലേ ഇത് MSRൽ തെറ്റുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു വരി വിടും, പിന്നെ ഒരു വരി വിടും, പിന്നെ ഒരു വരി വിടും. അത് നമ്മൾ ടൈമിന് എപ്പോഴാണ് ഒഴിവിച്ചാൽ ഒഴിവിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. അതാണ് ഈ കാലതാമസം വരുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ഞങ്ങൾ വിട്ടു തന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് ഞങ്ങളെ കാര്യം ശരിയാകും. ഓക്കെ, ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വീഡിയോ ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടിരുന്നു. ഇപ്പോഴും മനസ്സിലാകാട്ടാൻ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ തന്നെയാണ് വിടുന്നത്. അപ്പോൾ ദയവ് വിചാരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെ തെറ്റ് തിരുത്തേണ്ട കാര്യങ്ങൾ MSRൽ എന്തുവാണെങ്കിലും തിരുത്താം. അതിനൊരു വിരോധമല്ല. അഡ്രസ്സ് തരേണ്ടത് തിരുത്താം, ഫോൺ നമ്പർ മാറ്റുക. ഇനി ബിരുദം പുതുതായിട്ട് എന്തെങ്കിലും വന്നെങ്കിൽ വെച്ചാൽ ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നുജൂമിന്നോ അല്ലെങ്കിൽ എന്ത് കമരിന്നോ എന്തുവാണെങ്കിലും എന്ത് ചെയ്യുക. ആ തിരുത്തേണ്ട ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ തന്നെ ക്യാപിറ്റൽ ലെറ്ററായിട്ട് ഇവിടെ എഴുതി വിട്ടുതരണം. അത് ഇതിൻ്റെ കൂടെയല്ല വിട്ടുതരേണ്ടത്. അത് വേറൊരു ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്യണം, വലിയ അക്ഷരമായിട്ട് എഴുതി വിട്ടുതരണം. അതേമാതിരി വലിയ അക്ഷരമായിട്ട് എന്ത് ചെയ്യണം, എഴുതി വിട്ടുതരണം. അത് വേറെ മെസ്സേജ്. ഇപ്പോൾ ഇത് വേറെ മെസ്സേജ്, ഇത് വേറെ മെസ്സേജ്, ഇങ്ങനെയാണ്. അപ്പോൾ അതേമാതിരി മൊബൈൽ നമ്പർ തിരുത്തേണ്ട മൊബൈൽ നമ്പർ അടിയിൽ, അതിലുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടങ്ങൾ എഴുതുമ്പോൾ അതിലുള്ള മൊബൈൽ നമ്പർ എഴുതണം. തിരുത്തേണ്ട മൊബൈൽ നമ്പർ എഴുതുമ്പോൾ ഇവിടെ പുതുതായിട്ട് എന്ത് ചെയ്യണം, എഴുതി വരണം. ഓക്കെ, ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.